വളരെ സമ്പന്നമായ വേദിയാണ്. കാരണം കഥ ഉള്ളവരൊരു 5 പേരേ ഉള്ളൂ, 5 പേരല്ലേ ഉള്ളൂ. അത് ഒരു വലിയൊരു കയ്യിലേ ഉള്ളൂ, വേറെ ഒരു വേദിയിലും ഇല്ല. സാറേ നാളെ കെടുത്താതെ കൈ പൊക്കണോന്നുണ്ട്, പക്ഷേ കൈ പൊക്കിയ സാറ് ദേ ഇതൊക്കെ വീഡിയോയിൽ പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് തിരിച്ച് നാട്ടിൽ വർണ്ണം ഏതാണെന്ന് ചോദിക്കും. ആ വർണ്ണം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് ആ ഗായത്രിയുടെ പൂർണ്ണമായ ഭാവത്തെ നമുക്ക് വാസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചെമ്പരത്തി പൂവിന് ചുവന്ന നിറമാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ചെമ്പരത്തി പൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കണ്ണിൽ അതിനാ നിറമില്ലാതെ. ആ മക്കളെ നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ. കുംഭമേളയിലേക്ക് യാത്ര പോയതാണ് കേട്ടോ. എന്തുണ്ട് കുംഭമേള എന്ന് നിങ്ങൾ കണ്ടു നോക്കൂ, എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ. അപ്പോൾ ആ കുംഭമേളേൻ്റെ വിശേഷങ്ങളാണ്. അവസാനം വരെ കാണുക. കാഴ്ചകൾ അതിമനോഹരമാണ്. ലോകത്തിന് ശാന്തിയും സമാധാനവും ഐക്യവും നിലനിൽക്കണം. ഈ മഹാകുംഭമേളയിലേക്ക് ഞാനിതാ കടന്നിരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ തീരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ട സൈഡിലാണ് അവാമുകുന്ദ ക്ഷേത്രം. നേരെ കാണുന്ന അക്കരക്കാണ് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രം, നേരെ അടുത്തടുത്ത് ത്രിവേണി സംഗമം അല്ലേ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് കേട്ടോ. ചെറിയ പാലമാണ്. അപ്പം 2 സൈഡിലേക്ക് കൂടിയാണ് ആൾക്കാരെ വിടുന്നത്. ഒരു സൈഡിലേക്ക് കൂടി അങ്ങോട്ടേക്ക്, മറു സൈഡിലേക്ക് കൂടി ഈ ഇപ്പുറത്തേക്കരക്കേക്ക്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ചെറിയ പാലാണ് അത്. ഇനി അടുത്ത പ്രാവശ്യം വലിയ പാലാക്കിയാൽ ഉചിതമായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. നല്ല വെയിലാണ്, കട്ടച്ചൂടാണ്, നട്ടുച്ചക്കാണ് എത്തിയത്. അപ്പോൾ ഈ കാഴ്ചകളിൽ നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എല്ലാം കണ്ടു. അതിസുന്ദരം നമ്മളെ നാട്, പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ആൾക്കാർ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വരുന്നുണ്ട്. കുംഭമേള കണ്ട് ആസ്വദിച്ച് വരുന്നുണ്ട്. ദർശനം എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ്. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഭയപ്പെടണ്ട. എല്ലാം അതിൻ്റേതായ നടപടിയായിട്ട് നടക്കും. നല്ല അന്നദാനമുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടും. പക്ഷെ അതിൽ കണ്ട കാഴ്ച എന്നെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് കാണുക. നോക്കൂ, എന്തൊരു ഭംഗിയാണ് ഈ കാണുന്നത്. അതിസുന്ദര സുന്ദരം കേരളം. പുഴയുടെ, ഭാരതപ്പുഴയുടെ ആ ഒരു സൗന്ദര്യം അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം. പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണണം. പണ്ട് ഞാൻ ഒരു കടവ് എന്ന ഒരു സിനിമ കണ്ടായിരുന്നു. പഴയ സിനിമയാണ് അല്ലേ, അവാർഡ് പടം കടവ്. ഇന്നും ഞാനത് ഓർക്കുന്നു. കടവ് എന്ന പേര്. അത് ഭാരതപ്പുഴയുടെ തീരത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത്. തോണിയിൽ പോകുന്നതും കൊണ്ടിറക്കുന്നതും നല്ലൊരു നൊസ്റ്റാൾജിയ ഒരു ഫിലിമാണ് കേട്ടോ. ആ കാലഘട്ടത്തെ എന്താ പറയണ്ടേ, അത്രയും ദൃശ്യമനോഹരമായ ഒരു സിനിമയായിരുന്നു കടവ്. നിങ്ങളെല്ലാവരും ഒന്ന് സിനിമ ഒന്ന് കണ്ടു നോക്കുക. അത് കടവ് ഏത് ഭാഗത്തുനിന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പുഴേൻ്റെ ഇപ്പോൾ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയൊരു സംഭവമായില്ലേ, ചെറിയ പുഴ പോലെയായി. വെള്ളം കുറവല്ലേ. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ, മൊത്തത്തിൽ വെള്ളമല്ലേ. ഇന്ന് കുറഞ്ഞു, ചെറിയൊരു കൈവരി പോലെയായി. പക്ഷെ മഴക്കാലത്ത് ഇവിടെ എല്ലാം വെള്ളം നിറയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി. അപ്പോൾ അക്കരയിൽ നിന്ന് ജനങ്ങളിതാ കൂട്ടം കൂടിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആ കാണുന്നത് യാഗശാലയാണ്. യാഗങ്ങളും യോഗം എല്ലാം നടക്കുന്നതാണ്. അപ്പം അവിടേക്ക് നീങ്ങാൻ നല്ല വെയിലാണ്, കട്ട വെയിലാണ്. ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് ഈ നട്ടുച്ച വെയിലിന്. നല്ല സുഖം, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. കുളിക്കാൻ എന്തൊരു സുഖമെന്നറിയാം. നല്ല പൂഴിമണ്ണ്. ചെരുപ്പിടാണ്ടാ പോയിന് മക്കളെ. ചെരുപ്പ് ഇപ്പുറം അഴിച്ചു വെച്ചിട്ടാണ് പോയത്. അതന്നെ വലിയ ഡേഞ്ചറായിപ്പോയി. ഭയങ്കര ചൂടാണ്, കാല് വെക്കാൻ കഴിയുന്നില്ല ആ പൂഴിമണ്ണലിൽ. പുഴേൻ്റെ നടുക്കല്ലേ. അങ്ങനെ ഇത് യാഗങ്ങൾ നടക്കുന്നതാണ് കേട്ടോ. ഓലേനെ കൊണ്ടുണ്ടാക്കിയ അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ട്, നല്ലൊരു തണലും കൂടിയാണ്. അവിടെയെല്ലാം തിരക്ക് കൂട്ടുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഭയങ്കര തിരക്കാണ്, എല്ലായിടത്തും ക്യൂ ആണ്. അങ്ങാണ്ട് ഒരു പന, ആ പനേൻ്റെ കീഴിൽ നമ്മളൊരു ഫ്രണ്ട് അവിടെ ഉണ്ട്, കുടുംബസമേതം വന്നതാണ്. അപ്പോൾ അവിടത്തേക്ക് പോകണം.
നല്ല അന്നപ്രസാദമുണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു എനർജി തന്നെ, നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നും വരുന്നില്ല കേട്ടോ. ഇതാണ് ആരതി നടക്കുന്ന സ്ഥലം. ആരതി ഇവിടെ നിന്നാണ് നടക്കല്. കണ്ടില്ലേ, വീഡിയോ എല്ലാം കണ്ടില്ലേ, നമ്മൾ കാശിയിലും ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടില്ലേ. ഇത് ഇവിടെ നിന്നാണ് ഈ ആരതി നടക്കുന്നത്. കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ അടിപൊളി. നേരെ അപ്പുറം ക്ഷേത്രമാണ്, നാവാമുകുന്ദൻ്റെ ക്ഷേത്രമാണ്. ഇപ്പുറം ഈ രണ്ടമ്പലമുണ്ട്. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിവിടെ വന്ന് കണ്ടാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേത്ര ദർശനം പോകുമ്പോൾ ഈ 3 ക്ഷേത്രങ്ങളിലും കൂടി ഒന്ന് കയറാൻ ശ്രമിക്കുക. അതിസുന്ദരമായ പ്രദേശമാണ് കേട്ടോ ഭാരതപ്പുഴയുടെ തീരം എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ച് എന്താ പറയേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ആസ്വദിച്ചുണ്ട്. ഇനി ഇക്കരയിൽ നിന്ന് അക്കരെ പോണ്ടിക്കൽ വന്ന വഴിക്ക് പോണ്ടിക്കൽ ക്യൂ നിൽക്കേണ്ടി വരും. പാലം ചെറുതായോണ്ടേ ഒരു സൈഡിലേക്ക് കൂടെയല്ലേ വിടുന്നുള്ളൂ. ഒരു സൈഡ് ഇത് അക്കരെ പോകേണ്ട ടീം വരിയായിട്ട് ക്യൂ നിന്ന് അക്കരെ പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാഴ്ച വിരുന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ഞാൻ നേരുന്നു. എല്ലാവരും